മാമിയുടെ തിരോധാനത്തിൽ പുതിയ പ്രത്യേക അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ല എന്ന് അന്നേ പറഞ്ഞിരുന്നുവെന്ന് മാമിയുടെ കുടുംബം. കേസിന് ഒരു തുമ്പും കിട്ടാത്ത തരത്തിൽ കാര്യങ്ങൾ എത്തിക്കാനുള്ള ശ്രമം എന്നാണ് സംശയം. കേസ് ഇപ്പോഴും തെളിയാത്തതിന് പിന്നിൽ ഉന്നതരുടെ പങ്കുണ്ടാകാമെന്നും കുടുംബം ആരോപിച്ചു. ഈ കഴിഞ്ഞ ഞായറാഴ്ചകളിൽ പോലും ADGP സാർ കോഴിക്കോട് ഈ കാര്യത്തിന് വേണ്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് പോസിറ്റീവായിട്ട് റിസൾട്ട് ഉണ്ടാവുമെന്ന് ഇത് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഈ MLA സാറിൻ്റെ വെളിപ്പെടുത്തലോട് കൂടിയിട്ട് നമുക്ക് മനസ്സിലാകുകയാണ് ഒരിക്കലും അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള നെഗറ്റീവ് റിസൾട്ടാണ് ഉണ്ടാവുക എന്നുള്ളതും കേസിന് ഒരു തുമ്പും കിട്ടാതിരിക്കാനുള്ള നടപടികളാണോ എടുക്കുന്നത് എന്നുള്ളൊരു രീതി കൂടി ഒരു സംശയം കൂടി നമ്മൾ കുടുംബത്തിന് ഉണ്ടാവുകയാണ്. വ്യക്തമായിട്ടുള്ള ഇടപെടലുകൾ മുകളിൽ നിന്ന് ഉന്നതരുടെ ഭാഗത്തുനിന്നത് ഉണ്ടായത് കൊണ്ടാവാം ഈ കേസ് ഒരു തുമ്പും ഇല്ലാതെ ഇങ്ങനെ കിടക്കുന്നത്. ഞങ്ങൾക്ക് ജീവനുള്ളിടത്തോളം കാലം മാമിക്ക് വേണ്ടിക്കൊണ്ട് എവിടെ ഇറങ്ങാനും നിരാഹാരം കിടക്കാനും മരിക്കാനും വരെ ഞങ്ങൾ തയ്യാറാണ്. അതുകൊണ്ട് ഒരു വർഷം കഴിഞ്ഞു, എപ്പോഴെല്ലാവരും ഒരു വർഷം കഴിഞ്ഞു ഇവരങ്ങ് അടങ്ങി നിന്നോളുന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങൾ അടങ്ങി നിൽക്കില്ല. ഞങ്ങൾക്ക് ജീവനുള്ളിടത്തോളം കുടുംബത്തിൽ ഒരംഗം ബാക്കിയുള്ളിടത്തോളം കാലം ഞങ്ങൾക്ക് നീതി കിട്ടാൻ വേണ്ടിക്കൊണ്ട് മാമിക്ക് എന്ത് പറ്റിയെന്ന് അറിയാൻ വേണ്ടിക്കൊണ്ട് ഞങ്ങൾ തെരുവിൽ എവിടെ വേണമെങ്കിലും ഇറങ്ങാൻ തയ്യാറാണ്. ഒരു കൊല്ലമായി ഉപ്പയെ കാണാതായിട്ട് ഉപ്പയാരോ തട്ടിക്കൊണ്ടുപോയിട്ട് തന്നെ പറയാം. പോലീസ് നമ്മളോട് ആദ്യം അങ്ങനെയാണ് പറഞ്ഞത്, തട്ടിക്കൊണ്ടുപോയതായിരിക്കാം എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞിരുന്നു. പക്ഷേ അവരുടെ സൈഡിൽ നിന്ന് നമുക്ക് ഇതുവരെ യാതൊരു തെളിവുകളും നമുക്ക് കിട്ടിയിട്ടില്ല. ഒരു കൊല്ലമായി നമ്മളിപ്പോഴും വെയിറ്റ് ചെയ്യായിരുന്നു. നമ്മൾ സാറിനോട് ചോദിച്ചു. അപ്പോൾ സാർ പറഞ്ഞു എന്താണ് ഉപ്പ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവ് അവർക്ക് കിട്ടും. അപ്പം തിരിച്ചും അങ്ങനെ തന്നെ അല്ലേ, ഇല്ലെങ്കിലും തെളിവ് കിട്ടേണ്ട, എന്നാലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. പോലീസ് ഇടപെട്ട് ഇടപെട്ടിട്ട് കുടുംബത്തെ വരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് കുടുംബത്തിൽ വരെ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ കുടുംബം ഒറ്റക്കെട്ടായിട്ട് എല്ലാ കാര്യത്തിനും പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ കുടുംബത്തിൽ വരെ ഭിന്നത ഉണ്ടാക്കിയിട്ട് പോലീസിൽ വിശ്വാസം നേടിയെടുക്കാൻ എന്തിനാണ് അവർ ശ്രമിക്കുന്നത്? അപ്പോൾ ഉന്നതരുടെ ഇടപെടലുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പല്ലേ?